ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പാവം പയ്യനാണ് നമ്മുടെ കഥാനായകനായ ടോം. പുറത്തധികം പോകാൻ താല്പര്യപ്പെടാത്ത, എപ്പോഴും മുറിയിൽ തന്റെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കാനാണ് ടോമിന് ഇഷ്ടം. അതേപോലെ ടോം സയൻസിലൊക്കെ നല്ല ബ്രില്യന്റ് ആണ്. ടോമിന്റെ മാതാപിതാക്കളൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു. തന്റെ മുത്തശ്ശിയുടെ കൂടെയാണ് ടോം താമസിക്കുന്നത്. അതേപോലെ ടോമിന് സുഹൃത്തുക്കൾ എന്ന് പറയാൻ ആകെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തത് ഡാനി. ചെറുപ്പം മുതലേ ടോമിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഡാനി. രണ്ടാമത്തത് ടോമിന്റെ ക്ലാസ്മേറ്റ് ആയ ലൂസി എന്ന പെൺകുട്ടിയാണ്. പുള്ളിക്കാരിയും ടോമിന്റെ നല്ല ക്ലോസ് ഫ്രണ്ട് ആണ്. പക്ഷേ ടോമിന് ലൂസിയോട് ഇഷ്ടമുണ്ട്. എന്നാൽ ഇതുവരെ അത് പറയാനുള്ള അവസരം ടോമിന് ലഭിച്ചിട്ടില്ല. അവസരം കിട്ടിയാൽ തന്നെ ധൈര്യമില്ലാത്തത് കാരണം തന്റെ ഉള്ളിലുള്ള ഇഷ്ടം ലൂസിയോട് പറയാൻ ടോമിന് സാധിച്ചിട്ടില്ല. തന്റെ ഇഷ്ടം പുള്ളിക്കാരിയോട് തുറന്നു പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെയാകുമോ എന്ന പേടിയാണ് ടോമിന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ലൂസി ടോമിന്റെ അടുത്ത് വന്ന് ഒരു സഹായം ചോദിച്ചത്. നാളെ സയൻസ് എക്സാം ആണ്, എനിക്ക് ഒരു കുന്തവും അറിയത്തില്ല. നീ ഇന്ന് രാത്രി എന്റെ വീട്ടിലേക്ക് വരാമോ? നമുക്ക് ഒന്നിച്ച് സയൻസ് പഠിക്കാം. നിനക്കാവുമ്പോൾ സയൻസ് നന്നായി അറിയാമല്ലോ എന്നും ലൂസി ടോമിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ തന്റെ ഇഷ്ടം തുറന്നു പറയാൻ അടിപൊളി അവസരമെന്ന് ടോമിന് മനസ്സിലായി. അങ്ങനെ രാത്രി ടോം ലൂസിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ എത്തിയ ടോം കാണുന്നത് ഡോർ ലോക്ക് ചെയ്യാതെ തുറന്നു കിടക്കുന്നതാണ്. മർദ്ദനമേറ്റ് ലൂസിയുടെ സഹോദരൻ അവിടെ തറയിൽ കിടക്കുന്നതും ടോം കണ്ടു. മുറിയിൽ നിന്ന് ലൂസിയുടെ നിലവിളി ശബ്ദം കേട്ട് നോക്കാനായി ചെന്നപ്പോൾ ടോം കാണുന്നത് 4 പേര് കൂടി ലൂസിയെ പീഡിപ്പിക്കുന്നതാണ്. അവര് മൊബൈലിൽ അത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. ആ 4 പേര് ടോമിനെ കണ്ടു. ധൈര്യമില്ലാത്ത പേടിത്തൊണ്ടൻ ടോം ലൂസിയെ രക്ഷിക്കാതെ തന്റെ സ്വന്തം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ആ 4 പേരും ടോമിന്റെ പിന്നാലെ അവനെ പിടിക്കാനായി ഓടുന്നുണ്ട്. ടോം ഈ സമയം പോലീസിനെ കോൾ ചെയ്യാൻ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ ചെവിയിൽ വെച്ചിട്ടാണ് ഓടുന്നത്. ആ 4 പേരിൽ ഒരാൾ തോക്ക് പുറത്തെടുത്ത് ടോമിന്റെ തലയിൽ തന്നെ ഷൂട്ട് ചെയ്തു. സാധാരണ തലയിൽ വെടിയേറ്റാൽ ഉറപ്പായിട്ടും മരണപ്പെടും. എന്നാൽ ഇവിടെ അത്ഭുതം എന്തെന്ന് വെച്ചാൽ ടോം മരണപ്പെട്ടിട്ടില്ല. വെടിയേറ്റ സമയം ടോമിന്റെ ചെവിയിലുണ്ടായ ഫോൺ തലച്ചോറിൽ കുത്തിക്കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ നടത്തി മൊബൈൽ ഫോൺ ടോമിന്റെ തലയിൽ നിന്ന് പുറത്തെടുത്തു. ആഴ്ചകൾക്ക് ശേഷമാണ് ടോം കണ്ണു തുറക്കുന്നത്. തന്റെ തലയിൽ വെടിയേറ്റിട്ട് താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ടോമിന് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. തന്റെ കണ്ടീഷനെ കുറിച്ച് ഡോക്ടർ ടോമിന് വിവരിച്ചു കൊടുക്കുകയാണ്. തലച്ചോറിൽ മൊബൈൽ ഫോൺ കുത്തിക്കയറുന്ന കാരണം തന്നെ മൊബൈൽ ഫോണിൽ കണ്ടുവരുന്ന മൈക്രോ ചിപ്പുകൾ ഇപ്പോഴും ടോമിന്റെ തലച്ചോറിൽ അവശേഷിക്കുന്നുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നത് സാധ്യമായ കാര്യമല്ല. കാരണം ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ടോം മരണപ്പെടും. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണാൻ മടിക്കേണ്ട എന്നും ഡോക്ടർ ടോമിനോട് പറയുന്നുണ്ട്. ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുമ്പോൾ ടോം ലൂസിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല, അവള് ഓക്കെയാണ്. എന്നാൽ ആ സംഭവത്തിനു ശേഷം അവളുടെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. അവള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല എന്നും മുത്തശ്ശി ടോമിനോട് പറയുന്നുണ്ട്. ടോം അപ്പോൾ മുത്തശ്ശിയോട് പറയാണ്, എനിക്കിനി അവളെ ഫേസ് ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം അവൾക്ക് അത്രയും വലിയ അപകടം സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ട് പോലും അവളെ രക്ഷിക്കാതെ ഞാൻ ഓടിക്കളഞ്ഞു. അതൊന്നും സാരമില്ല, ഇനി മോൻ അതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ടോമിനെ മുത്തശ്ശി സമാധാനിപ്പിക്കുന്നുണ്ട്. സോ ഇനി ടോമിന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ ടോമിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക് സാധനങ്ങളുടെ ശബ്ദമൊക്കെ ടോമിന് നന്നായി കേൾക്കാൻ സാധിക്കുന്നു. ദൂരെ നിന്ന് ഒരാൾ ഫോണിൽ കോൾ ചെയ്യുമ്പോൾ അവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ടോമിന് കേൾക്കാൻ സാധിക്കുന്നു. രാത്രി വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ ബിൽഡിങ്സിലുമുള്ള ഇലക്ട്രോണിക്സിന്റെ ശബ്ദം മുഴുവനും ടോമിന് കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തന്റെ തല പൊട്ടുന്നത് പോലെ ടോമിന് തോന്നുകയും ടോം പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറുകയും ചെയ്തു. മോനെ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെയാണ്, ചെറിയ തലവേദന, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ടോം പെട്ടെന്ന് കഥ കടച്ചു. മുറിയിൽ കയറിയ ടോം കാണുന്നത് തന്റെ മുറിയിലെ ഗാഡ്ജറ്റ്സ് ഒക്കെ ഓൺ ചെയ്യാതെ തന്നെ ടോമിന് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ജനാലയിലെ കൂടി നോക്കിയപ്പോൾ ഓരോ ആൾക്കാരും അവരുടെ മൊബൈൽ ഫോൺസിലും ലാപ്ടോപ്സിലും കമ്പ്യൂട്ടേഴ്സിലും ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ടോമിന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്നും ടോമിന് മനസ്സിലാവുന്നില്ല. അടുത്ത ദിവസം ടോം ലൂസിയെ കാണാനെ ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ്. ലിഫ്റ്റിൽ നിന്ന് ടോം തന്റെ 2 ക്ലാസ്മേറ്റ്സിനെ കണ്ടു. അപ്പോൾ യൂജിൻ എന്ന ഇവൻ ഒരു തലതെറിച്ചവനാണ്. അവൻ ലിഫ്റ്റിൽ വെച്ച് ലൂസിക്ക് സംഭവിച്ച കാര്യങ്ങൾ തമാശ രീതിയിൽ ടോമിനോട് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ടോമിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ടോം അവനെ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. അവന് മറുപടി കൊടുക്കാനും നിന്നിട്ടില്ല. കാരണം യൂജിൻ വലിയ ഒരു ഗാങ്ങിലെ അംഗമാണ്. അവനെ തൊട്ടാൽ വിവരം അറിയുമെന്ന് ടോമിന് നന്നായി അറിയാം. ടോം ലൂസിയെ കണ്ട് സംസാരിക്കുകയാണ്. പുള്ളിക്കാരിയോട് നമുക്കൊന്ന് പുറത്തു പോയാലോ എന്നൊക്കെ ടോം പറഞ്ഞപ്പോൾ ലൂസി പുറത്തേക്ക് വരാൻ തയ്യാറല്ല. ആ സംഭവത്തിന് ശേഷം ലൂസിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ നാണക്കേടാണ്. ഞാൻ അന്ന് നിന്നെ രക്ഷിക്കാതെ ഓടിയതിന് മാപ്പ് ചോദിക്കാൻ കൂടിയാണ് വന്നത് എന്ന് ടോം പറഞ്ഞപ്പോൾ പ്ലീസ് എനിക്ക് ആ ദിവസത്തെ കുറിച്ച് ഓർക്കാനേ ഇഷ്ടമില്ല എന്ന് ലൂസി മറുപടി കൊടുത്തു.
കൊടുക്കുകയാണ്. അടുത്ത ദിവസം ടോം സ്കൂളിലേക്ക് പോവുകയാണ്. ഡാനി ടോമിനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല, തലയിൽ വെടിയേറ്റ് നീ ജീവനോടെ നിൽക്കുന്നു, നീ ശരിക്കും ഒരു ഭാഗ്യവാൻ തന്നെയാണ് എന്നൊക്കെ ഡാനി പറയുന്നുണ്ട്. അതിനുശേഷം ഡാനിയോട് ടോം യൂജിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതായത് അവനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ലൂസിയുടെ വീട്ടിൽ വന്ന 4 പേരിൽ ഒരുത്തൻ അവനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ടോം പറഞ്ഞപ്പോൾ, യൂജിൻ ഒരു തലതെറിച്ചവനൊക്കെയാണ്, പക്ഷെ അവൻ സ്വന്തം ക്ലാസ്മേറ്റ് ആയ ലൂസിയോട് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഡാനി പറയുകയാണ്. സ്കൂൾ ബസ്സിൽ നിന്ന് ഓരോ സ്റ്റുഡൻസും മൊബൈലിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ടോമിന് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ അവർ ഹെഡ്ഫോൺസിൽ കേൾക്കുന്ന പാട്ട് വരെ ടോമിന് കേൾക്കാൻ കഴിയുന്നുണ്ട്. സ്കൂൾ ബസ്സിൽ നിന്ന് ഡാനി ടോമിനോട് പറയാണ്, ഇന്ന് രാത്രി നമ്മുടെ പിള്ളേര് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എപ്പോഴത്തെയും പോലെ നീ വരാതെ നിൽക്കാൻ പാടില്ല, എന്തായാലും ഇന്ന് നീ വന്നിരിക്കണം. സ്കൂളിലെത്തിയ ടോമിനെ എല്ലാ സ്റ്റുഡൻസും അത്ഭുതത്തോടെ നോക്കുകയാണ്. കാരണം തലക്ക് വെടിയേറ്റ് ഒരുത്തനെയാണ് അവരൊക്കെ ജീവനോടെ കാണുന്നത്. സയൻസ് ലാബിൽ വെച്ച് ടീച്ചർ കാണാതെ യൂജിന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ്. അത് ടോം കാണുന്നുണ്ട്. അപ്പോൾ അവന്റെ മൊബൈലിൽ എന്തൊക്കെയാണുള്ളത് എന്ന് ടോം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ടോമിന് ഞെട്ടിക്കുന്ന ആ വീഡിയോ കാണാൻ സാധിച്ചു. അതായത് യൂജിന്റെ മൊബൈലിൽ ലൂസിയെ പീഡിപ്പിക്കുന്ന വീഡിയോ ദൃശ്യമുണ്ട്. അപ്പോൾ ടോമിന് മനസ്സിലായി ആ 4 പേരിൽ ഒരാൾ യൂജിൻ തന്നെയാണ് എന്ന്. ടോം ദേഷ്യത്തോടെ യൂജിനെ തന്നെ നോക്കുമ്പോൾ യൂജിന്റെ കയ്യിലുള്ള ഫോൺ നല്ലോണം ഹീറ്റ് ആവുകയും യൂജിന് ഷോക്ക് അടിക്കുകയും ചെയ്തു. രാത്രി ടോം പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഹേ ടോം, നീ വന്നോ? നീ വരത്തില്ല എന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ ഡാനി ടോമിനോട് പറയുന്നുണ്ട്. അവിടെ വെച്ച് ടോം യൂജിനെ കണ്ടു. അവന്റെ കൂടെയുള്ള 3 പേരും ടോം വാച്ച് ചെയ്തപ്പോൾ ടോമിന് മനസ്സിലായി ഈ 3 പേരും അന്ന് ലൂസിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന്. ആ വീഡിയോ നോക്കി അവരുടെ ഷൂസ്, ബാൻഡ് അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ആ 3 പേരും ടോം കണ്ടെത്തിയത്. അതായത് ലൂസിയുടെ വീട്ടിൽ കയറി പുള്ളിക്കാരിയെ പീഡിപ്പിച്ച 4 പേരും ആരാണ് എന്ന് ടോമിന് മനസ്സിലായി. അതേപോലെ തന്നെ ഷൂട്ട് ചെയ്തത് യൂജിൻ ആണ് എന്നും ടോമിന് മനസ്സിലായിട്ടുണ്ട്. ടോം യൂജിന്റെ അടുത്തേക്ക് നടന്നു വന്നു. നിനക്ക് എന്താടാ വേണ്ടേ എന്ന് യൂജിൻ ചോദിച്ചപ്പോൾ ടോം ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി പേടിപ്പിക്കുകയാണ്. യൂജിന് ടോമിനെ തല്ലാനായി എഴുന്നേറ്റ് വന്നപ്പോൾ ഡാനി പെട്ടെന്ന് അവിടെ എത്തി യൂജിനെ തടഞ്ഞു. ഡാനി ടോമിനെ കൂട്ടി പുറത്തു പോയിട്ട് ചോദിക്കാണ്, നിനക്ക് എന്താണ് പറ്റിയത്? നീ ഇപ്പോഴും യൂജിൻ തന്നെയാണ് അത് ചെയ്തത് എന്ന് കരുതി നിൽക്കുകയാണോ? വെറുതെ നീ പ്രശ്നത്തിൽ പോകല്ലേ എന്നൊക്കെ ഡാനി ടോമിനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ടോം പറയാണ്, അന്ന് ലൂസിയുടെ വീട്ടിൽ കയറിയ 4 പേരും ഞാൻ കണ്ടെത്തി, അത് യൂജിനും കൂട്ടരും തന്നെയാണ്. എന്നാൽ ഡാനി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. ടോം അങ്ങനെ ലൂസിക്ക് മെസ്സേജ് അയക്കുകയാണ്. ഇനി ടോമിന് ഇപ്പോൾ മൊബൈൽ ഫോൺ എടുക്കാതെ തന്നെ തന്റെ മൈൻഡിൽ കൺട്രോൾ ചെയ്യാനേ സാധിക്കും. അങ്ങനെ തന്റെ മൈൻഡ് ഉപയോഗിച്ചാണ് ടോം ലൂസിക്ക് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ലൂസിയും ടോമും സംസാരിക്കുകയാണ്. ടോം ലൂസിയോട് പറയാണ്, നീ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാൽ ശരിയാവത്തില്ല, നീ സ്കൂളിലേക്ക് വാ. ഞാൻ പണ്ട് മുതലേ സ്കൂളിൽ പോകുന്നത് തന്നെ നിന്നെ വായി നോക്കാനാണ്. എന്നാൽ ഇപ്പോൾ നീ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബോറടിയാണ്. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ടോം ലൂസിയെ ചിരിപ്പിക്കാൻ നോക്കിയുണ്ട്. ഈ സമയം ലൂസി യൂജിനും ഗാങ്ങും താഴെ കൂടി നടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ തന്നെ പുള്ളിക്കാരുടെ മുഖം മാറി. ടോമിന് അപ്പോൾ മനസ്സിലായി ലൂസിക്ക് തന്നെ പീഡിപ്പിച്ചവർ ആരാണ് എന്ന് അറിയാമെന്ന്. ഇവിടെ യൂജിന്റെ ഫോണിൽ ഒരു അൺനോൺ ആയിട്ടുള്ള ആള് മെസ്സേജ് അയച്ചു, ഞാൻ നിന്നെ തേടി വരുന്നുണ്ട് എന്ന്. ആ അൺനോൺ വേറെ ആരുമല്ല, നമ്മുടെ ടോം തന്നെയാണ്. അന്ന് രാത്രി ടോം ഉറങ്ങാതെ എങ്ങനെയൊക്കെ ഇലക്ട്രോണിക്സ് ഹാക്ക് ചെയ്ത് ആക്സസ് ചെയ്യാം എന്നൊക്കെ പഠിക്കുകയാണ്. അടുത്ത ദിവസം യൂജിൻ നടന്നു പോകുമ്പോൾ അവൻ കാണാതെ ടോം അവന്റെ പിന്നാലെ നടക്കുകയാണ്. യൂജിന്റെ ബാക്ക് പോക്കറ്റിലാണ് അവന്റെ ഫോൺ ഉള്ളത്. അത് ടോം സ്കാൻ ചെയ്ത് അതിലെ മുഴുവൻ ആക്സസും ഹാക്ക് ചെയ്ത് കൈക്കലാക്കുന്നുണ്ട്. ടോം നടന്നു പോയത് കട്സ് എന്ന ഒരുത്തനെ കാണാൻ വേണ്ടിയാണ്. നാട്ടിലെ വലിയ ഒരു ഡ്രഗ് ഡീലറാണ് കട്സ്. യൂജിന്റെ കൂടെ വന്നവൻ കട്സിന്റെ റേഞ്ച് റോവർ കാറിൽ കൈവച്ചപ്പോൾ തന്നെ കട്സിന് ദേഷ്യം വന്നു. എന്റെ കാർ തൊടാതെ അങ്ങോട്ട് ദൂരെ മാറി നിൽക്കടാ എന്നൊക്കെ അവനോട് കട്സ് എന്നവൻ പറയുന്നുണ്ട്. അതിനുശേഷം കാറിന്റെ അകത്തിരുന്നു കൊണ്ട് യൂജിനും കട്സും ഡ്രഗ് ഡീലിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഈ ആഴ്ച വലിയ ഒരു ഡീലാണ് അവര് നടത്താനായി പോകുന്നത്. അപ്പോൾ അവര് സംസാരിക്കുന്നതെല്ലാം ടോം കേൾക്കുന്നുണ്ട്. യൂജിന്റെ ഫോണിന്റെ മൈക്രോഫോൺ ആക്സസ് ചെയ്തുകൊണ്ടാണ് അവര് സംസാരിക്കുന്നതൊക്കെ ടോം കേൾക്കുന്നത്. അൺനോൺ ലൂസിക്ക് മെസ്സേജ് അയച്ചു, ഹായ് ലൂസി, എങ്ങനെയുണ്ട് നിനക്ക് എന്ന്. അത് ചോദിക്കാൻ നീ ആരാണെന്ന് അൺനോണിന് ലൂസി മറുപടി കൊടുത്തു. ഇവിടെ സ്ട്രീറ്റിൽ ഒരുത്തൻ കാറിൽ ഒച്ചത്തിൽ പാട്ട് വെച്ചത് ടോം കേട്ടു. അപ്പോൾ ടോം കാറിലെ സ്റ്റീരിയോ കൺട്രോൾ ചെയ്ത് പാട്ട് മാറ്റുകയും അതിന്റെ സൗണ്ട് കുറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് സകല ഇലക്ട്രോണിക്സും ടോമിന് ഇപ്പോൾ കൺട്രോൾ ചെയ്യാനുള്ള സൂപ്പർ പവർ ലഭിച്ചു. അപ്പോൾ തന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ടോം അന്ന് രാത്രി അവന്മാർക്ക് 4 പേർക്കും ഇട്ട് ഒരു മുട്ടൻ പണി കൊടുക്കാൻ തീരുമാനിച്ചു. അവരൊക്കെ എന്താണ് വീട്ടിൽ നിന്ന് ചെയ്യുന്നത് എന്ന് ടോമിന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ടോം എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ യൂജിന്റെയും മറ്റേ 2 പേരുടെയും വീട്ടിലെ സകല സ്പീക്കേഴ്സും ഹാക്ക് ചെയ്ത് അതിൽ പ്രേതങ്ങളുടെയൊക്കെ ശബ്ദം ഒച്ചത്തിൽ പ്ലേ ചെയ്തു. അതേപോലെ അവരുടെ വീട്ടിലെ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തും ഓഫ് ചെയ്തിട്ടൊക്കെ ടോം കൺട്രോൾ ചെയ്യുകയാണ്. അങ്ങനെ ആ 3 പേർക്കും രാത്രി
ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. ഇനി നാലാമത്തവൻ, അവന്റെ പേര് കാസ് എന്നാണ്. കാസ് രാത്രി അശ്ലീല വീഡിയോസ് കാണുകയും കുലസിത പ്രവർത്തികൾ ചെയ്യുന്നതൊക്കെയുണ്ട്. അതൊക്കെ ടോം കാണുന്നുണ്ട്. അപ്പോൾ അവനിട്ട് മാത്രം ടോം ഈ പേടിപ്പിക്കുന്ന പണി കൊടുത്തിട്ടില്ല. അവനെ ടോം വെറുതെ വിട്ടു. എന്തിനാണ് അന്ന് രാത്രി അവനെ ടോം വെറുതെ വിട്ടത് എന്ന് ചോദിച്ചാൽ, അടുത്ത ദിവസം സ്കൂളിൽ ഒരു അസംബ്ലി നടക്കുകയാണ്. എല്ലാ സ്റ്റുഡൻസും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ സംസാരിക്കുന്ന സമയം അവിടെയുള്ള സ്ക്രീന് ടോം ഹാക്ക് ചെയ്യുകയും എന്നിട്ട് കാസ് ഇന്നലെ രാത്രി ചെയ്ത കുലസിത പ്രവൃത്തിയുടെ വീഡിയോ അവിടെ പ്ലേ ചെയ്യുകയും ചെയ്തു. ഇത് കണ്ട് കാസ് ആളാകെ നാണം കെട്ടു. എല്ലാവരും കാസിനെ കളിയാക്കി ചിരിക്കുകയാണ്. ടീച്ചേഴ്സ് ആ വീഡിയോ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. നാണക്കേട് സഹിക്കാനാവാതെ കാസ് അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഇന്ന് സ്കൂളിൽ നടന്ന ഈ സംഭവമൊക്കെ ടോം ചിരിച്ചുകൊണ്ട് ലൂസിയോട് പറയുകയാണ്. അവൻ അങ്ങനെ തന്നെ വേണമെന്നൊക്കെ ലൂസി പറയുന്നുമുണ്ട്. അതേപോലെ ഇതൊക്കെ ആരാണ് ചെയ്തത് എന്നും ലൂസി ടോമിനോട് ചോദിച്ചു. അപ്പോൾ ഇത് ചെയ്തത് ടോം ആണെങ്കിൽ കൂടി ടോം ആ കാര്യം ലൂസിയോട് പറഞ്ഞിട്ടില്ല. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്, ആരായിരിക്കും ഇതൊക്കെ ചെയ്തത് എന്ന് ടോം ലൂസിയോട് പറയുകയാണ്. അപ്പോൾ ലൂസിക്ക് മനസ്സിലായി തനിക്ക് മെസ്സേജ് അയക്കുന്ന ആ അൺനോൺ ആയിരിക്കും ഇത് ചെയ്തത് എന്ന്. അപ്പോൾ തന്നെ ലൂസി ആ അൺനോണിന് മെസ്സേജ് അയച്ചു, നീ ആണല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അതേ ബെഡിൽ ടോം ഇരിക്കുന്നുണ്ട്. ടോം തന്റെ മൈൻഡിൽ ഫോൺ കൺട്രോൾ ചെയ്ത് ലൂസിക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അവസാനം ലൂസി അൺനോണിനോട് എന്താണ് നിന്റെ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ ടോം പറഞ്ഞു, എനിക്ക് പേരൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ എന്നെ ഐ ബോയ് എന്ന് വിളിക്കാം. ഒരു ദിവസം ടോം തന്റെ മുത്തശ്ശി മുറിയിൽ നിന്ന് ബാങ്കുകാരെ കോൾ ചെയ്യുന്നത് കേട്ടു. മുത്തശ്ശി ബാങ്കിൽ $600 അടച്ചതാണ്, എന്നാൽ സിസ്റ്റമിൽ അത് ഇതുവരെ കേറിയിട്ടില്ല. ബാങ്ക് വീണ്ടും ആ എമൗണ്ട് അടക്കാനായി പറയുകയാണ്. അപ്പോൾ ഈ സംഭാഷണമൊക്കെ ടോം കേൾക്കുന്നുണ്ട്. അപ്പോൾ ടോം ചെയ്തത് എന്തെന്ന് വെച്ചാൽ ആ ബാങ്കിന്റെ സിസ്റ്റം ആക്സസ് ചെയ്ത് ആ $600 പ്രശ്നം സോൾവ് ചെയ്തു. അപ്പോൾ മാനേജർ മുത്തശ്ശിയോട് പറയണം, സോറി മാഡം, നമ്മുടെ സിസ്റ്റമിൽ ഒരു എറർ പറ്റിയതാണ്, അത് ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട് എന്ന്. സോ ഗൈസ്, നമ്മുടെ ടോമിന് ഇലക്ട്രോണിക്സ് മാത്രമല്ല ബാങ്കിങ് സിസ്റ്റം വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ലൂസി അന്നത്തെ സംഭവത്തിന് ശേഷം ആദ്യമായി പുറത്തു വന്നു. ടോം വിളിച്ചത് കൊണ്ടാണ് പുള്ളിക്കാരി പുറത്തേക്ക് വന്നത്. ലൂസി ടോമിനോട് പറയാണ്, എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇത്ര ദിവസമായി പുറത്തിറങ്ങാൻ പേടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ നീ എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഞാൻ സേഫ് ആണ് എന്ന് തോന്നുന്നു. അപ്പോൾ ടോം പറയാണ്, അന്ന് സംഭവിച്ചതുപോലെ ഒരിക്കലും ഇനി എന്റെ അടുത്ത് ഉണ്ടാവില്ല, ഞാൻ എപ്പോഴും നിനക്കായി കൂടെ ഉണ്ടാവും, ഞാൻ അന്നത്തെ പോലെ ഓടുകയില്ല. അങ്ങനെ ആ ദിവസം അവര് ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത് രാത്രി അവര് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അവരെ ഒന്നിച്ച് കണ്ട യൂജീനും ഗാങ്ങും അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ലൂസിയോട് യൂജീൻ ചോദിക്കാണ്, നിനക്ക് അന്ന് സംഭവിച്ചത് ഞങ്ങളല്ല ചെയ്തത് എന്ന് നിനക്ക് അറിയത്തില്ലേ, പക്ഷെ അതിനുശേഷം ഏതോ ഒരുത്തൻ ഞങ്ങളെ ഇട്ട് കളിപ്പിക്കുകയാണ്, ഞങ്ങൾക്കിപ്പോൾ ഫോണ് ലാപ്ടോപ്പ് ഒന്നും ധൈര്യമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല, പറ ആരാണ് അതൊക്കെ ചെയ്യുന്നത്. യൂജിന് ഇപ്പോൾ സംശയം ടോമിനെയാണ്. പറ, നീയാണല്ലേ അതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ യൂജിൻ ടോമിനോട് ദേഷ്യത്തിൽ ചോദിക്കാണ്. അപ്പോൾ തന്നെ അവരുടെ എല്ലാവരുടെയും ഫോണിൽ നിങ്ങൾക്ക് ആള് മാറിപ്പോയി എന്ന മെസ്സേജ് വന്നു. അതായത് ടോം തന്നെ മൈൻഡിൽ കൺട്രോൾ ചെയ്ത് അയച്ച മെസ്സേജ് ആണ്. അങ്ങനെ യൂജിനും ഗാങ്ങിനും മനസ്സിലായി ടോം അല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. എന്തായാലും ലൂസി ഒരുവിധം ഓക്കെ ആയി വന്നതാണ്. എന്നാൽ ഇന്ന് വീണ്ടും ഈ സംഭവത്തിന് ശേഷം പുള്ളിക്കാരിക്ക് വീണ്ടും കൂടുതൽ ട്രോമയായി. അവന്മാരെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവൂ എന്ന് ടോം തീരുമാനിച്ചു. അന്ന് രാത്രി യൂജിനും ഗാങ്ങും ഒരു കാറ് മോഷ്ടിക്കാനായി ശ്രമിക്കുകയാണ്. കാറിന്റെ ലോക്ക് തകർത്ത് അവര് കാറിൽ കയറി. എന്നിട്ട് വയർസ് ഒക്കെ കണക്ട് ചെയ്ത് ആ കാർ സ്റ്റാർട്ട് ചെയ്യാനായി യൂജിൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഈ സമയം കാറിന്റെ ഡോർസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ലോക്കായി. അവര് ലോക്ക് തുറക്കാനായി ശ്രമിച്ചപ്പോൾ ലോക്ക് തുറക്കാനായി പറ്റുന്നില്ല. കാർ സ്റ്റാർട്ട് ആവുകയും ഫുൾ RPM റവ് ചെയ്യുന്നുമുണ്ട്. യൂജീന്, നീ എന്തിനാണ് ഇങ്ങനെ റേസ് കൊടുക്കുന്നത് എന്ന് അവര് ചോദിച്ചപ്പോൾ യൂജീന് തന്റെ കാല് കാണിച്ചിട്ട് പറയാണ്, നോക്ക്, ഞാനല്ല ഇത് ചെയ്യുന്നത്, ഈ കാറ് പിശാച് കയറിയതാണ് എന്ന് തോന്നുന്നു എന്നൊക്കെ യൂജിൻ പേടിച്ചിട്ട് പറയുകയാണ്. കാറ് റേസ് കൂട്ടി പുക വരാനായി തുടങ്ങി. അതേപോലെ റേഡിയോയില് ഒരു മോൺസ്റ്ററിന്റെ ശബ്ദത്തിൽ നിങ്ങളുടെ നേതാവ് ആരാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവര് 4 പേരും അത് പറയാൻ തയ്യാറല്ല. അവസാനം കാറ് കത്താനേ തുടങ്ങി. ജീവൻ വേണമെങ്കിൽ വേഗം പറ. അങ്ങനെ അവര് ആ പേര് പറയുകയാണ്. അവരുടെ നേതാവ് അഥവാ അവരുടെ ബോസ് കട്സ് എന്നവനാണ്. അവൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അങ്ങനെ കാറിന്റെ ഡോർസ് ഒക്കെ അൺലോക്ക് ആവുകയും അവരൊക്കെ കാറിൽ നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങുകയും ചെയ്തു. അതിനുശേഷം ആ കാറ് പൊട്ടിത്തെറിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ ചെയ്തത് വേറെ ആരുമല്ല, നമ്മുടെ ടോം തന്നെയാണ്. ടോം ദൂരെ നിന്ന് ഇത് നോക്കുന്നത് നമ്മൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ടോമിന് മനസ്സിലായി ഇവര് 4 പേരല്ല, കട്സ് എന്നവനാണ് അവരുടെ ബോസ്. അവനെയാണ് പാഠം പഠിപ്പിക്കേണ്ടത്. സോ കട്സ് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് വീട്ടിൽ ചില്ലടിച്ച് ഇരിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലെ TV ഓട്ടോമാറ്റിക് ആയിട്ട് ഓണായി. അതിൽ കാണിക്കുന്നത് കട്സിന്റെ പ്രിയപ്പെട്ട റേഞ്ച് റോവർ കാർ ആരോ ഓപ്പൺ ചെയ്ത് അതിൽ മൂത്രമൊഴിക്കുന്നതാണ്. അത് കണ്ടപ്പോൾ തന്നെ കട്സിന്റെ നെഞ്ച് കലങ്ങി. ആരാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാനും കട്സും സംഘവും കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഓടുകയാണ്. ഈ സമയം നമ്മുടെ ടോം ആ വീട്ടിൽ കയറുകയാണ്. എന്നിട്ട് ടോം ചെയ്തത് എന്തെന്ന് വെച്ചാൽ അവിടെയുള്ള
സകല ഇലക്ട്രോണിക്സും ഓവർ ഹീറ്റ് ചെയ്ത് കത്തിക്കുകയാണ്. ടിവി, ഫ്രിഡ്ജ്, ലൈറ്റ്സ്, AC അങ്ങനെ സകലതും ടോം നശിപ്പിച്ചു. പക്ഷെ ടോം ഒരു സ്പീക്കർ കൺട്രോൾ ചെയ്യാനായി ശ്രമിച്ചപ്പോൾ ടോമിന് അത് കൺട്രോൾ ചെയ്യാനായി കഴിയുന്നില്ല. അങ്ങനെ ടോം അത് തുറന്നു നോക്കിയപ്പോൾ ആ സ്പീക്കർ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതൊരു ഹിഡൻ സേഫ് ആണ്. അതിന്റെ അകത്ത് കോടികൾ വില മതിക്കുന്ന ഡ്രഗ്സ് ആണ് കട്ട്സ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. കട്ട്സും ഗാങ്ങും തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് വീട് ആകെ നശിപ്പിച്ച രീതിയിലാണ്. എന്നാൽ അതൊന്നുമല്ല കട്ട്സിനെ ടെൻഷനിലാക്കിയത്. കോടികൾ വില വരുന്ന ഡ്രഗ്സ് അവിടെ കാണുന്നില്ല. അത് മോഷണം പോയിട്ടുണ്ട്. സോ ഇവിടെ രാത്രി ടോം ലൂസിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. പുള്ളിക്കാരിക്ക് സ്കൂളിൽ വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്നാൽ പേടിയാണ്. നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും എക്സാം അറ്റൻഡ് ചെയ്യുമെന്ന് ലൂസി പറഞ്ഞപ്പോൾ ഉറപ്പായും നിന്റെ കൂടെ ഞാൻ വരുമെന്ന് ടോം പറയുകയാണ്. അന്ന് രാത്രി ടോം തന്റെ മുറിയിൽ നിന്ന് കട്ട്സിന്റെ സ്ഥലത്ത് നിന്ന് എടുത്ത ഡ്രഗ്സ് ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റ്സിൽ പാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അതൊക്കെ ഒരു ബാഗിലാക്കി ടോം ഓരോ സ്ഥലത്ത് കൊണ്ടുവെക്കുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ടോം ആ ഡ്രഗ്സ് വെച്ചത് വേറെ എവിടെയുമല്ല, ആ 4 പേരുടെ അഥവാ യൂജിന്റെയും ഗാങ്ങിന്റെയും വീടുകളിലായിട്ടാണ്. പോലീസ് അവിടെ റെയ്ഡ് നടത്തുകയും അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് വലിയ സംഖ്യ ഡ്രഗ്സ് കണ്ടെത്തി അവരെ 4 പേരെയും അറസ്റ്റ് ചെയ്തു. കട്ട്സ് ATM കാശ് എടുക്കാനായി ചെന്നപ്പോൾ ബാങ്ക് ബാലൻസ് 0, അതായത് അവന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പണമൊക്കെ ടോം കാലിയാക്കി. അങ്ങനെ ഒരു ഒന്നൊന്നര പ്രതികാരമാണ് ടോം ചെയ്തത്. പക്ഷെ ടോമിന്റെ മുത്തശ്ശി ടോമിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി അതിനെക്കുറിച്ചൊക്കെ ടോമിനോട് ചോദിക്കുകയാണ്. അതായത് എല്ലാ രാത്രിയും നീ എവിടെയാണ് പോകുന്നത്? നിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ മുത്തശ്ശിയോട് ഒന്നും പറയാൻ ടോം തയ്യാറല്ല. പുള്ളിക്കാരി വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ട് ടോമിനോട് ഇതേ കാര്യം ചോദിച്ചപ്പോൾ ടോം മുത്തശ്ശിയോട് ദേഷ്യം പിടിച്ച് മുറിയിൽ കയറി കഥ കടച്ചു. അന്ന് രാത്രി കട്ട്സിനെ ഒരാൾ കോൾ ചെയ്ത് സംസാരിക്കുന്നത് ടോം കേട്ടു. അപ്പോൾ എൽമൻ എന്ന ഒരാളാണ് കട്ട്സിനെ വിളിക്കുന്നത്. അപ്പോൾ അവരുടെ സംഭാഷണത്തിൽ നിന്ന് ടോമിന് മനസ്സിലായി കട്ട്സ് വെറും ഒരു ചെറിയ ഡ്രഗ് ഡീലർ മാത്രമാണ്. അവനല്ല യഥാർത്ഥ ബോസ്. അവരുടെയൊക്കെ മേലെ ഒരാളുണ്ട്. അവനാണ് എൽമൻ. എൽമൻ കട്ട്സിനെ വിളിച്ച് തെറി പറയുകയാണ്. കാരണം കോടികൾ വില മതിക്കുന്ന ഡ്രഗ്സ് ആണ് കട്ട്സിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയതും അതേപോലെ ആ ഡ്രഗ്സ് കാരണം 4 പേർ അറസ്റ്റിലുമായി. അപ്പോൾ ടോമിന്റെ അടുത്ത ലക്ഷ്യം എൽമൻ ആരാണ് എന്ന് കണ്ടെത്തുക എന്നതാണ്. സോ കട്ട്സിന് മനസ്സിലായി ഇതൊക്കെ ഒരു ഹാക്കറാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹാക്കറിനെ കണ്ടുപിടിക്കാനായി കട്ട്സ് സകല ഗാങ് മെമ്പേഴ്സിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോടൊക്കെ കട്ട്സ് പറയാണ് ഇന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് സകല വീട്ടിലെ മൊബൈൽസും ലാപ്ടോപ്സും അടിച്ചു മാറ്റണം. എന്നാലേ ഇതൊക്കെ ചെയ്യുന്നവൻ ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയൂ. അങ്ങനെ ഗാങ് മെമ്പേഴ്സ് സകല വീട്ടിൽ നിന്നും മൊബൈല്, ലാപ്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ് എല്ലാം തട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഈ കാര്യം പറഞ്ഞ ടോം അവന്മാർക്കിട്ട് ഇപ്രാവശ്യം വലിയ പണി തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി അതിനായി ടോം പുറപ്പെടുമ്പോൾ മുത്തശ്ശി ടോമിനോട് എവിടത്തേക്കാണ് നീ ഇപ്പോൾ പോകുന്നത്? നിന്നെ ഞാൻ ഇന്ന് രാത്രി പുറത്തേക്ക് വിടത്തില്ല എന്ന് പറയുകയാണ്. ഞാനൊരു കൊച്ചു കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് തർക്കിച്ചിട്ട് ടോം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ടോം പോയതിനു ശേഷം മുത്തശ്ശി ടോമിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഡാനിയെ കാണാൻ പോവുകയാണ്. ഡാനിയുടെ മുത്തശ്ശി ടോമിന്റെ ഈ ഇടയായിട്ടുള്ള സ്വഭാവ മാറ്റത്തെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ ഡാനിയും പറയാണ് അതെ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ എന്താണ് പറ്റിയത് എന്ന് അറിയത്തില്ല. പക്ഷെ ഈ ഇടയായി അവന് ഭയങ്കര വിയേർഡായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ മുത്തശ്ശി പറയാണ് അവൻ വെടിയേറ്റതിനു ശേഷമാണ് അവന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ പല മാറ്റങ്ങൾ സംഭവിച്ചത്. എനിവേസ് താങ്ക് യു ഡാനി എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പോയി. അപ്പോൾ മുത്തശ്ശി പോയതിനു ശേഷം ഡാനി ചില കാര്യങ്ങൾ കൂട്ടി യോജിച്ച് ആലോചിച്ചപ്പോൾ ഡാനിക്ക് സംശയമായി. അതായത് കട്ട്സും സംഘവും അന്വേഷിക്കുന്ന ഹാക്കർ ഇനി ടോം ആണോ എന്ന്. സോ ഇവിടെ ടോം സൈക്കിളിൽ കട്ട്സിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അവിടത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെയുള്ള ഗുണ്ടകൾ കാണാതെ ടോം അവിടെ കേറിക്കൂടി. എന്നാൽ 2 കണ്ടെയ്നേഴ്സിന്റെ നടുക്കായിട്ട് ടോം കുടുങ്ങിയിട്ടാണുള്ളത്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ടോമിന് വഴിയില്ല. ആകെയുള്ള വഴിയിലാണെങ്കിൽ ഒരു ഗുണ്ട കാവൽ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെ ഫൈറ്റ് ചെയ്യാം, എങ്ങനെ ഒരാളെ എളുപ്പത്തിൽ വീഴ്ത്താം എന്നൊക്കെ ടോം പഠിച്ചെടുത്തു. അങ്ങനെ ആ ഗുണ്ടയുടെ ശരീരത്തിലെ കറക്റ്റ് പ്ലേസ് നോക്കി ടോം ഇടിക്കുകയും ആ ഗുണ്ടയെ വീഴ്ത്തുകയും ചെയ്തു. അവസാനം ടോം അവർ കടത്താനായി പോകുന്ന ഡ്രഗ്സിന്റെ ബോക്സ് കണ്ടെത്തി. ആ ഡ്രഗ്സ് മുഴുവനും പെട്രോൾ ഒഴിച്ച് ടോം കത്തിച്ചു. അത് കത്തിച്ചതിന് ശേഷം ടോം അവിടുന്ന് പോകാനായി ഇരിക്കുമ്പോൾ അവിടെ കട്ട്സും ഗാങ്ങും പെട്ടെന്ന് എത്തുകയും അവര് ടോമിനെ ഇടിച്ച് താഴെ ഇടുകയും ചെയ്തു. ടോമിന് അവരെ എങ്ങനെയാണ് തിരിച്ച് അറ്റാക്ക് ചെയ്യേണ്ടത് എന്നൊന്നും അറിയത്തില്ല. ആ ഗുണ്ടകളാണെങ്കിൽ ക്രൂരമായി ടോമിനെ ചവിട്ടി കൂട്ടുന്നുണ്ട്. എന്നാൽ ടോം ഇവിടെ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഹൈ പിച്ച് സൗണ്ട് ആക്ടിവേറ്റ് ചെയ്തു. അവരുടെയൊക്കെ ചെവി അടിച്ചു പോകുന്ന വിധത്തിലുള്ള സൗണ്ട് ആണ് അത്. അങ്ങനെ ടോം അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ടോം മാസ്ക് ധരിച്ചത് കൊണ്ട് തന്നെ അവരാരും തന്നെ ടോമിന്റെ മുഖം കണ്ടിട്ടില്ല. അടുത്ത ദിവസം ടോമിനെ കാണാനായി ഡാനി വന്നു. അപ്പോൾ ടോമിന്റെ മുഖത്തൊക്കെ മുറിവേറ്റത് ഡാനി കണ്ടു. എന്താണ് പറ്റിയത് എന്ന് ഡാനി ചോദിച്ചപ്പോൾ ഞാൻ സൈക്കിളിൽ നിന്ന് വീണതാണ് എന്ന് ടോം കള്ളം പറഞ്ഞു. എന്നാൽ ടോം കള്ളം പറയുന്നതാണ് എന്ന് ഡാനിക്ക് സംശയമുണ്ട്. കാരണം സൈക്കിളിൽ നിന്ന് വീണാൽ ഉണ്ടാവുന്ന മുറിവൊന്നുമല്ല ടോമിന്റെ മുഖത്തുള്ളത്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന ടോം എന്തോ ശബ്ദം കേട്ട് ഉണർന്നു. എന്നിട്ട് അത് എന്താണ് എന്ന് നോക്കാനായി ടോം ചെന്നപ്പോൾ ഒരുത്തൻ
ടോമിന്റെ തലയിൽ തോക്ക് ചൂണ്ടി. ഇത് കണ്ട മുത്തശ്ശി ഓടി വന്നപ്പോൾ കട്സ് അവിടെ എത്തി മുത്തശ്ശിയെ അടിച്ച് ബോധം കെടുത്തി. എന്റെ മുത്തശ്ശിയെ വെറുതെ വിടടാ എന്നൊക്കെ ടോം ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കട്സിനോട് മുത്തശ്ശിയെ അവിടെ സേഫ് ആയിട്ട് കിടത്തിയ പുള്ളിക്കാരി ഒന്നും ചെയ്യണ്ട എന്ന് കട്സിനോട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ആരാണ്? വേറെ ആരുമല്ല, ടോം അന്വേഷിക്കുന്ന എൽമൻ എന്ന ഗാങ്സ്റ്റർ ആണ് ഇദ്ദേഹം. അതായത് രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രഗ് ഡീലറാണ് എൽമൻ. അപ്പോൾ എല്ലാം മനസ്സിലായിട്ടാണ് അദ്ദേഹം ഇവിടെ ടോമിനെ കാണാൻ വന്നത്. അതായത് ടോമിന് മൈൻഡ് കൊണ്ട് സകല ഇലക്ട്രോണിക്സും കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് എൽമന് മനസ്സിലായി. എൽമൻ ടോമിനോട് പറയാണ്, നീ എനിക്ക് വലിയ നഷ്ടങ്ങളാണ് വരുത്തി വെച്ചത്, പക്ഷെ അതൊക്കെ ഞാൻ പുറത്തു തന്നു. നിന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല ഞാൻ ഇവിടെ വന്നത്, നിന്നെ കൂടെ കൂട്ടാനാണ്. നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ ലോകം തന്നെ നമ്മൾക്ക് കൈക്കലാക്കാം. അതായത് ടോമിന് ബാങ്ക് അക്കൗണ്ട്സ് വരെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അങ്ങനെ വലിയ ഒരു കൊള്ള നടത്തി ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ആളാവുക എന്നതാണ് എൽമന്റെ ചെറിയ ഒരു സ്വപ്നം. എന്നാൽ ഞാൻ അതിന് കൂട്ടു നിൽക്കത്തില്ല എന്ന് ടോം പറഞ്ഞപ്പോൾ എൽമന് നല്ല ദേഷ്യം വന്നു. എൽമൻ ടോമിനെ അടിച്ച് താഴെയിട്ടു. എന്നിട്ട് നീ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണല്ലേ ലൂസി, അവൾ ഇപ്പോൾ എവിടെയാണ് എന്ന് അറിയുമോ എന്നൊക്കെ എൽമൻ ചോദിച്ചു. അപ്പോൾ ലൂസിയുടെ ഫോണ് ആക്സസ് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിക്കാരിയെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടത് ടോം കണ്ടു. അപ്പോൾ പുള്ളിക്കാരിയെ തട്ടിക്കൊണ്ടുവന്നത് വേറെ ആരുമല്ല, ജയിലിലായ യൂജീനും ഗാങ്ങുമാണ്. അവരെയൊക്കെ എൽമൻ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറക്കി. ഇവിടെ അവരാരും അറിയാതെ ടോം ഒരു കാര്യം ചെയ്തു. അതായത് ലൂസിയുടെ ഫോണിൽ പോലീസിനെ കോൾ ചെയ്ത് ലൂസിയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോലീസിന് ആ ലൊക്കേഷൻ അയച്ചു കൊടുത്തു, ലൂസിയെ രക്ഷിക്കാൻ വേണ്ടി. ഇനി ഇവിടെ വലിയ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് എൽമന് എങ്ങനെയാണ് ടോമാണ് ഹാക്കർ എന്ന് മനസ്സിലായത് എന്ന്. അത് എൽമൻ തന്നെ ടോമിനോട് പറയുകയാണ്. അവിടെ ഡാനി കേറി വരികയാണ്. അപ്പോൾ ഡാനിക്ക് അന്നേ ടോമിന് സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഡാനിയാണ് പണത്തിന് വേണ്ടി എൽമന്റെ അടുത്ത് തന്നെ സ്വന്തം സുഹൃത്തിനെ ഒറ്റിക്കൊടുത്തത്. എൽമൻ ഡാനിക്ക് പണം കൊടുക്കുമ്പോൾ ടോമിനോട് പറയാണ്, ഇതാണ് പണത്തിന്റെ പവർ, കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഏതവനും വാലാട്ടി നിൽക്കും. എൽമൻ ഡാനിക്ക് പണം കൊടുക്കാനായി ചെന്നപ്പോൾ കയ്യിലല്ല കൊടുത്തത്, വായ തുറക്കെന്ന് പറഞ്ഞ് ഡാനിയുടെ വായിലേക്കാണ് എൽമൻ പണം കുത്തിക്കയറ്റിയത്. എനിക്ക് സമയം കളയാനില്ല, പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞ് തന്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഫോണ് ടാബിൾ വെച്ചു. എന്നിട്ട് അതിലേക്ക് പൈസ എത്തിക്കുമെന്ന് എൽമൻ ടോമിനോട് പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ കാമുകി കൊല്ലപ്പെടും. അങ്ങനെ വേറെ വഴിയില്ലാതെ കുറച്ച് കാശ് ടോം എൽമന്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഇവിടെ യൂജീന് ലൂസിയെ കൊല്ലാനായി പോകുമ്പോൾ അവിടെ പോലീസ് എത്തി. അപ്പോൾ യൂജീൻ ലൂസിയുടെ വായ പൊത്തിപ്പിടിച്ചു ഒച്ച വെക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് പോലീസ് കാണാതിരിക്കാൻ വേണ്ടി അവര് ലൂസിയുടെ വായ പൊത്തിപ്പിടിച്ച് ഒളിച്ചിരിക്കുകയാണ്. പോലീസ് അവിടെയൊക്കെ അന്വേഷിച്ചെങ്കിലും അവർക്കൊന്നും കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് പോലീസ് അവിടുന്ന് മടങ്ങി പോവുകയാണ്. അങ്ങനെ അവര് പോലീസ് പോയത് കണ്ട് സമാധാനിക്കുകയാണ്. എന്നാൽ ഈ സമയം അവരുടെ കൈവശമുണ്ടായ തോക്ക് ലൂസിയുടെ കയ്യിലെത്തി. അവരുടെ നേർക്ക് തോക്ക് ചൂണ്ടിയിട്ട് ലൂസി ചോദിക്കാണ്, ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ ചെറുപ്പം മുതലേ പഠിച്ചതല്ലേ, നിങ്ങളുടെ സ്വന്തം സുഹൃത്തും ക്ലാസ്മേറ്റുമല്ലേ ഞാൻ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്നോട് തന്നെ അന്ന് അങ്ങനെ ചെയ്യാൻ തോന്നി? സ്വന്തം സുഹൃത്തിനെ തന്നെ പീഡിപ്പിക്കാൻ നിനക്കൊന്നും നാണമില്ല എന്നൊക്കെയാണ് ലൂസി അവന്മാരോട് ചോദിക്കുന്നത്. നാണക്കേട് കാരണം അവർക്ക് ലൂസിയുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയുന്നില്ല. ലൂസി പൊട്ടിക്കാരന് അവിടുന്ന് പോകുമ്പോൾ അവിടെ എൽമൻ എത്തുകയാണ്. കൂടെ ടോമുമുണ്ട്. അവര് ലൂസിയുടെ നേർക്ക് തോക്ക് ചൂണ്ടി. ഈ സമയം പിന്നിൽ നിന്ന് വന്ന യൂജിന് ലൂസിയെ അറ്റാക്ക് ചെയ്ത് പുള്ളിക്കാരുടെ കയ്യിലുള്ള തോക്ക് തട്ടിയെടുത്തു. ടോമിനും അവരെ അടിച്ച് താഴെയിട്ടു. എൽമൻ ടോമിന് ഫോൺ കാണിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാനായി പറയുകയാണ്, അതായത് ബാങ്കിന് പൈസ എത്തിക്കാൻ. എന്നാൽ ടോം ഇപ്പോൾ ചെയ്തത് എന്തെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാവരുടെയും ഫോൺ ഓവർ ഹീറ്റ് ആക്കുകയും അവരുടെയൊക്കെ പോക്കറ്റ്സിൽ നിന്ന് ഫോൺ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. പക്ഷെ എൽമൻ മാത്രം രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി. എൽമനെ പിടിക്കാനായി ടോം പിന്നാലെ പോയി. എന്നാൽ എൽമൻ ടോമിന്റെ പിന്നിൽ നിന്ന് ടോമിനെ അടിച്ചു വീഴ്ത്തി. ദേഷ്യം പിടിച്ച് എൽമൻ ടോമിനെ കൊല്ലാനായി പോകുമ്പോൾ തോക്കുമായി ലൂസി വന്നു. ലൂസി എൽമനെ ജസ്റ്റ് പേടിപ്പിക്കാൻ മാത്രം 2-3 തവണ ഷൂട്ട് ചെയ്തു. ഒന്നുകൂടി ഷൂട്ട് ചെയ്യാൻ ലൂസി ശ്രമിച്ചപ്പോൾ ബുള്ളറ്റ് തീർന്നു. അങ്ങനെ എൽമന് ലൂസിയെ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോൾ ടോം നിലത്തുനിന്ന് എഴുന്നേറ്റു. എന്നിട്ട് തന്റെ തലച്ചോറിലെ മുഴുവൻ പവറും ഉപയോഗിച്ച് എൽമനെ അറ്റാക്ക് ചെയ്ത് ടോം പരാജയപ്പെടുത്തുകയാണ്. കഥയുടെ അവസാനം ടോം വീണ്ടും ഹോസ്പിറ്റൽ ആയതായി കാണാം. മുത്തശ്ശിയും അടുത്തുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ടോമിനെ കാണാനായി ഡാനി വന്നു. എന്നിട്ട് എൽമൻ നൽകിയ പണം ഡാനി ടോമിന് കൊടുക്കുകയാണ്. എന്നാൽ ടോം അത് സ്വീകരിച്ചിട്ടില്ല. അതായത് ഡാനിക്ക് മാപ്പ് കൊടുക്കാൻ ടോം തയ്യാറല്ല. അവസാനം ടോമിനെ കാണാനായി നമ്മുടെ കഥാനായിക ലൂസി വന്നു. വർഷങ്ങളോളമായി ടോം മനസ്സിൽ കൊണ്ടു നടന്ന ആ ഇഷ്ടം ടോം ലൂസിയോട് തുറന്നു പറയുകയാണ്. ആൻഡ് ഫൈനലി അവര് രണ്ടുപേരും ഇഷ്ടത്തിലാവുകയും ചെയ്തു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കൂടി കാണൂ.